ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയുകയാണ്, നീ കത്തിക്കേണ്ട, ശ്രുതി മോള് വരും എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി അല്ലേ പല്ല് തേച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് രേവതി പറയുക, അവൾ കുളിച്ച് വിളക്ക് കത്തിക്കുമ്പോഴേക്കും നേരം കുറയാം, ഞാൻ കത്തിക്കാം അമ്മയെന്ന് പറഞ്ഞ് പോയി വിളക്കൊക്കെ കത്തിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ടെൻഷൻ അടിച്ച് രേവതിയെ നോക്കി നിൽക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് രേവതിനെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ, പ്രസവിക്കാൻ വേണ്ടിയിട്ട്. സച്ചി കൂടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴത്തേക്ക് നേഴ്സ് കൊണ്ടുവരുവാണ് കേട്ടോ. ആദ്യം ഒന്നിനെ കൊണ്ടുവരും, പിന്നെ 2നെ കൊണ്ടുവരും, 3നെ കൊണ്ടുവരും, 4നെ കൊണ്ടുവരും. അപ്പോൾ എല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ്, ഇതെല്ലാം എൻ്റെ ആണോ, എനിക്ക് വേണ്ട, എനിക്ക് ഇത്രയും വേണ്ട, 4 വേണ്ട, എനിക്ക് ലോൺ അടയ്ക്കാനുണ്ട്, ഫിനാൻസ് ഉണ്ട്, എനിക്ക് വണ്ടിയുടെ കാശുണ്ട്, എനിക്ക് ഒരുപാട് കടമുണ്ട്, എനിക്ക് 4 വേണ്ട എന്ന് പറഞ്ഞ് കരയുവാണ് കേട്ടോ. അത് സച്ചി സ്വപ്നം കാണുന്നതാണ്. അങ്ങനെ സച്ചിയുടെ ഈ ഒച്ച കേട്ടിട്ട് മുറിയിലോട്ട് രവീന്ദ്രനും രേവതിയും കൂടെ കയറി ചെല്ലുവാണ്. അപ്പോൾ ബെഡേ കിടന്ന് സച്ചി ഇങ്ങനെ, അയ്യോ എനിക്ക് വേണ്ട, 4 എനിക്ക് വേണ്ട എന്ന് പറയുവാണ്. അങ്ങനെ സച്ചിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുവാണ് കേട്ടോ അച്ഛൻ. അപ്പോൾ പറയുകയാണ്, അച്ഛൻ എന്താ അച്ഛൻ ഇവിടെ, അച്ഛൻ ഹോസ്പിറ്റലിൽ വന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ രേവതിയും അച്ഛനും പരസ്പരം നോക്കും, ഇവൻ എന്തേ പറയുന്നതെന്നുള്ള രീതിയിൽ. എന്നിട്ട് പറയാം, നീ വീട്ടിലാടാന്ന് പറയുമ്പോഴത്തേക്കും രേവതി ചോദിക്കുന്നുണ്ട്, നിന്നെ ഡിസ്ചാർജ് ചെയ്തോ? അച്ഛാ ഇവൾ 4 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കേട്ട് രവീന്ദ്രന് ചിരി വരുന്നുണ്ട്, രേവതിനെയും പയ്യെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയും, നീ സ്വപ്നം കണ്ടതാടാ, രേവതി ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയണു, ഓ സ്വപ്നം കണ്ടാണോ, ഞാൻ പേടിച്ചു പോയി അച്ഛാ, 4 കുഞ്ഞുങ്ങൾ, കടം എല്ലാം കൂടെ ഓർത്ത് ഞാൻ പേടിച്ചു പോയെന്ന് പറയണം കേട്ടോ. ഇത് രവീന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. കഴിയുമ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ മുറി നിൽക്കാൻ നേരത്ത് സച്ചി നാണം കുണുങ്ങി കുളിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകാൻ നേരത്ത് വാർഡ്രോബിൻ്റെ അടുത്ത് നിന്നിട്ട് പറയുവാണ്, ഇന്നലെ ഒരു അബദ്ധം പറ്റിയതാ, ക്ഷമിക്കണം എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് നമ്മുടെ രേവതി ഭയങ്കര നാണം കുണുങ്ങി നിന്നിട്ട് സച്ചിക്ക് ഇട്ടുകൊണ്ടുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ബെഡിൽ വെക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെയാണ്. ചന്ദ്ര ഇങ്ങനെ രേവതിയോട് പറയാ, സമയം എത്രയായി എന്ന് പറയുമ്പോൾ രേവതി സമയം നോക്കി പറയണം കേട്ടോ. ഞാനതല്ല ചോദിച്ചേ, നിനക്ക് ഇത്രയും നേരമായിട്ട് എനിക്ക് കാപ്പി വേണമെന്ന് അറിയാൻ പാടില്ലേ, കാപ്പിക്കില്ലേ ഇന്നിവിടെ എന്ന് ചോദിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും രേവതിയുടെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോഴത്തേക്കും ചന്ദ്ര മനസ്സിൽ ചിന്തിക്കുക, ഇവൾ എക്സ്പ്രസ് പോലെയാണ് പോകുന്നത്, ഈ പോക്കാണെങ്കിൽ ഇവളാദ്യം പ്രസവിക്കാൻ സാധ്യതയുണ്ട്, ശ്രുതി ഇവിടെ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും രേവതി കാപ്പി എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. കാപ്പിയും കൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര കുടിച്ചിട്ട് പറയുകയാണ്, ഇതെന്ത് മധുരവാടി ഇത് എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. എന്നിട്ട് തുപ്പിക്കളയാൻ വേണ്ടി തുടങ്ങുക. ആ സമയത്ത് രവീന്ദ്രനും ശ്രീകാന്തിനും കാപ്പി ഇട്ടിട്ട് അവർ രണ്ടും മധുരം കൂടുതലാണെങ്കിലും നല്ല കാപ്പിയാണല്ലോ, നല്ല പായസം പോലെ ഉണ്ട്, പായസ കാപ്പി എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ രേവതി ഒന്നും അറിയാണ്ട് ഇതൊക്കെ കേട്ട് സന്തോഷിച്ച് നിൽക്കുവാണ്. ആ സമയത്താണ് ശ്രുതിയും കൂടെ വരുന്നത്. ഞങ്ങൾക്ക് കാപ്പി ഇല്ലെന്ന് ചോദിച്ചു. അവർ മേടിച്ച് കുടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ചന്ദ്ര പറയാം, നിങ്ങൾക്ക് കാപ്പി കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കൂട്ടിയാൽ മതി, ഇവളൊരു ലോഡ് പഞ്ചസാര ഇട്ട് എന്നെ കൊല്ലാൻ വേണ്ടി കാപ്പി എടുത്തേക്കുവാന്ന് സച്ചി ഇറങ്ങി വരുമ്പോൾ സച്ചിയോട് പറയുവാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടായിരുന്നേ, അച്ഛന് മുത്തശ്ശി എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് അച്ഛനെ പ്രസവിച്ച് കല്യാണം കഴിഞ്ഞെന്ന് ചോദിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്ര ഇങ്ങനെ, ഇവനെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നുള്ള രീതിയിൽ നിൽക്കുവാണ് കേട്ടോ. ബാക്കി എല്ലാവർക്കും ചെറുതായിട്ട് ചിരിയും നാണവും ഒക്കെ വരുന്നുണ്ട്. കഴിയുമ്പോൾ പറയാം, അത് പോട്ടെ, അത് അച്ഛൻ അറിയത്തില്ലെങ്കിൽ വേണ്ട, ഈ ശ്രുതി നിങ്ങൾക്ക് എത്ര നാൾ കഴിഞ്ഞാൽ ഉണ്ടായത് കല്യാണം കഴിഞ്ഞ് എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയാം, അതറിയണമെങ്കിൽ ഇത് അവൻ്റെ അമ്മയല്ലേ നിൽക്കുന്നത്, നീ അവളോട് ചോദിക്കുക എന്ന് പറയുവാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ്, പറയച്ച എനിക്ക് ടെൻഷൻ ആവുന്നു, എനിക്കൊരു പറ്റിപ്പോയി, പറയച്ച എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ശ്രുതിക്കും രേവതിക്കും നാണം വരുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, ഒന്നും മിണ്ടായിരിക്കും സച്ചിയേട്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ ഇതെല്ലാം കൂടെ കണ്ടിട്ട് എല്ലാം കൈവിട്ട് പോയോ എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. ചെറുതായിട്ട് ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ. വീണ്ടും സച്ചി അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ ഒന്ന് പറയച്ച, എത്ര നാൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രുതി ഉണ്ടായെന്നൊന്ന് പറ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന, ഈ ചോദ്യം കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ചന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.